സിഒഎ സംസ്ഥാന നേതാക്കൾ കോഴിക്കോട് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം മാറ്റങ്ങൾക്കനുസരിച്ച് മാധ്യമ മേഖലയിലേക്ക് വലിയ അധിനിവേശ കമ്പനികൾ വരികയും വലിയ മൂലധന കമ്പനികൾ നിക്ഷേപം നടത്തുകയൊക്കെ ചെയ്തൊരു സാഹചര്യം അറിയാം. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിതരണ സംവിധാനങ്ങളെയാണ് ഇത് കൂടുതൽ ഏറ്റവും ആദ്യം ബാധിച്ചിരുന്നത്. വിതരണ സംവിധാനങ്ങൾ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം നേരിടുകയായിരുന്നു. അതിനുള്ള പ്രതികൂലമായ ഘടകങ്ങളെ പ്രതിരോധിക്കുകയായിരുന്നു സംഘടനയുടെ ലക്ഷ്യം. പ്രധാനമായും 3 മേഖലകൾ: ഒന്ന് ടെക്നോളജി രംഗത്ത്, മറ്റൊന്ന് വലിയ മൂലധന നിക്ഷേപം, മറ്റൊന്ന് ഗവൺമെന്റിന്റെ റെഗുലേഷനുകൾ. ഓരോ റെഗുലേഷനുകളും ചെറുകിട സംരംഭങ്ങൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവയൊക്കെ അതിജീവിക്കുകയായിരുന്നു സംഘടനയുടെ ലക്ഷ്യം. അങ്ങനെ സാധാരണ സംഘടനയിൽ നിന്ന് സംഘടനാ പ്രവർത്തനങ്ങൾ ഒരു സമര സംഘടനയിൽ നിന്ന് മാറി അതൊരു സംഘടന, ഈ ഓപ്പറേറ്റർമാരുടെ തന്നെ പങ്കാളിത്തമുള്ള ഒരു സംരംഭക കൂട്ടായ്മയായി ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്ന കമ്പനിയുടെ കൂടി പ്രവർത്തനങ്ങൾ ഈ സംഘടനയുടെ കീഴിൽ രൂപം കൊള്ളുകയൊക്കെ ചെയ്താണ് കേരള വിഷൻ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകാൻ കാരണം. ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും വലിയ കേബിൾ TV സേവനദാതാക്കളുടെ എണ്ണത്തിൽ 4ാമത്തെ കമ്പനിയായിരുന്നു ഈ അടുത്തൊരു കുറച്ച് മുമ്പ് വരെ. പിന്നീട് ഇപ്പോൾ 5ാമത്തെ പൊസിഷനിൽ കേരള വിഷൻ നിൽക്കുകയാണ്. അതേപോലെ തന്നെ പിന്നീട് ആരംഭിച്ചിട്ടുള്ള ടെക്നോളജിയിലുള്ള വലിയ ചേഞ്ചസ് ഒക്കെ വന്നപ്പോൾ കേരള വിഷന്റെ കീഴിൽ തന്നെ അതിന്റെ ഭാഗമായി തന്നെ ആരംഭിച്ച ബ്രോഡ്ബാൻഡ് വിതരണ കമ്പനികൾ തുടങ്ങി. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എന്നൊരു കമ്പനിക്ക് രൂപം നൽകി. ആ കമ്പനി ഇപ്പോൾ രാജ്യത്ത് 8ാമത്തെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാവായിട്ട് വളരാൻ സാധിച്ചിട്ടുണ്ട്. ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതും അതിന്റെ പോളിസി തയ്യാറാക്കുന്നതും ഏതൊക്കെ മേഖലകളിൽ പുതിയ ബിസിനസ് സാധ്യതകളുണ്ടെന്നും അതുപോലെ തന്നെ പ്രതിബന്ധങ്ങൾ എന്താണെന്നും ഒക്കെ കണ്ടെത്തുകയും അതിനുള്ള നയരൂപീകരണം നടത്തുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് സിഒഎ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. എല്ലാ 2 വർഷം കൂടുമ്പോഴുമാണ് സംഘടനയുടെ സമ്മേളനങ്ങൾ നടക്കാറുള്ളത്. കഴിഞ്ഞ 14ാമത്തെ സമ്മേളനം എന്ന് പറഞ്ഞാൽ 28 വർഷങ്ങളായി എന്നാണ് അതിന് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇപ്പോൾ 14ാമത്തെ സംസ്ഥാന സമ്മേളനമാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. അതിനു മുൻപായി എല്ലാ ജില്ലകളിലുമുള്ള ജില്ലാ സമ്മേളനങ്ങളും അതിന് തൊട്ടു മുമ്പ് മേഖലാതലത്തിലുള്ള സമ്മേളനങ്ങളും പൂർത്തിയായി. അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 300 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക. ഈ സമ്മേളനം മാർച്ച് മാസം 2-ാം തീയതി ഒരു വലിയ ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച് 3-4 തീയതികളിൽ അതിന്റെ പ്രതിനിധി സമ്മേളനം നടക്കും. അതാണ് അതിന്റെ ഒരു സമ്മേളനത്തിന്റെ ഘടന എന്ന് പറയുന്നത്. സമ്മേളനത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളെ കണ്ടെത്തുകയും നടന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തലും പുതിയ ഭാവിയിലേക്കുള്ള പ്രവർത്തന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ആസൂത്രണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന വളരെ വിപുലമായ ഒരു ആക്ടിവിറ്റിയാണ്. ഈ സമ്മേളനത്തിന്റെ അനുബന്ധമായി സംസ്ഥാനത്തുടനീളം നിരവധി അനുബന്ധ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് 3 പ്രധാനപ്പെട്ട അനുബന്ധ പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒന്ന്, മാധ്യമരംഗത്തെ ഇപ്പോഴുള്ള സമകാലിക വിഷയങ്ങളെ പരാമർശിക്കുന്ന ഒരു സെമിനാർ നടക്കും. ആ സെമിനാറിൽ പ്രമുഖരായ നിരവധി മാധ്യമപ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ R. രാജഗോപാൽ, വിനു വി ജോൺ, ജോണി ലൂക്കോസ്, MV നികേഷ് കുമാർ, ദാമോദർ പ്രസാദ് തുടങ്ങിയ ആളുകളൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്നവർ. ടൗൺ ഹാളിലാണ് ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്ഥലം മുതലക്കുളം മൈതാനിയും പിന്നീട് നമ്മൾ ഇപ്പം തന്നിട്ടുള്ള കുറിപ്പിൽ അളകാപുരി ഹോട്ടലുമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കിപ്പോൾ റീസെന്റ് ഇന്ന് നമുക്ക് കോഴിക്കോട് ടൗൺ ഹാൾ അനുവാദം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ മോഡറേറ്ററായി ശ്രീ NE ഹരികുമാറാണ് ഉണ്ടാവുക. 2ാമത്തെ ദിവസം ചെറുകിട സംരംഭങ്ങൾക്കുള്ള വെല്ലുവിളികളും സാധ്യതകളും അതിനുള്ള ബദൽ സംരംഭങ്ങൾക്കുള്ള സാധ്യതകളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അതിലും ഇതുപോലെ തന്നെ സൂര്യ ഗഫൂർ MP, അതുപോലെ MG സുരേഷ് കുമാർ, വിനീത് വിദ്യാധരൻ, ജോയ് സെബാസ്റ്റ്യൻ, രജുല തുടങ്ങിയിട്ടുള്ള ആളുകളാണ് അതിൽ പങ്കെടുക്കുന്നത്. അതിന്റെ പരിപാടി നടക്കുന്ന മുതലക്കുളം മൈതാനിയിലായിരിക്കും. 3ാമത്തെ ദിവസം, അതായത് 29-ാം തീയതി, സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സെമിനാർ നടക്കും. ആ സെമിനാറിൽ സഹകരണ മേഖലയുടെ രജിസ്ട്രാറായിട്ടുള്ള ശ്രീ TV സുഭാഷ് IAS, ശ്രീ M. മെഹബൂബ്, അഡ്വക്കേറ്റ് P. മൂസ, ശശികുമാർ MP, ബേബി ജോൺ തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു സെമിനാറാണ്. ഈ 3 സെമിനാറുകൾ ഒരുമിച്ച് നമ്മൾ കേരള സംവാദം എന്നുള്ള ഒരു പേരിലാണ് സംഘടിപ്പിക്കുന്നത്. പ്രധാനമായും മാധ്യമരംഗത്തും അതുപോലെ തന്നെ ചെറുകിട വ്യവസായ മേഖലയിലും സഹകരണ മേഖലയിൽ നേരിടുന്ന വെല്ലുവിളികളാണ് ഈ സെമിനാറുകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് അതിന് കേരള സംവാദം എന്നുള്ള പേരിട്ടിട്ടുള്ളത്. തുടർന്ന് അടുത്ത ദിവസം ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള കൊടിമര ജാഥയും പതാക ജാഥയും യഥാക്രമം കാസർഗോഡ് നിന്ന്
അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നും ഇവിടെ എത്തിച്ചേരും, വൈകിട്ട് എത്തിച്ചേരും. തൊട്ടടുത്ത ദിവസം 2-ാം തീയതിയാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഒരു വലിയ സാംസ്കാരിക ഘോഷയാത്ര നടക്കുന്നത്. ഇതാണ് അതിന്റെ സമ്മേളനത്തിന് തൊട്ടു മുമ്പായിട്ടുള്ള പരിപാടികൾ. ഇതിനു മുൻപ് തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരുടെയും അതുപോലെ